നമസ്കാരം. കുമ്പഴാൻ ക്രൂവിൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. നമ്മളിപ്പോൾ തിരുനെല്ലിയിലേക്കുള്ള യാത്രയിലാണ്, തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ നമ്മൾ തിരുനെല്ലി ടെമ്പിളിലേക്ക് ഇവിടുന്ന് ഒരു 17 കിലോമീറ്റർ, നമ്മളൊരു കാട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് തിരുനെല്ലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടേക്ക് തിരുനെല്ലിയിലേക്കുള്ള യാത്രക്കിടയിൽ ഒരുപാട് മൃഗങ്ങളെയൊക്കെ കാണാമെന്നുള്ളതാണ് നമ്മളുടെ ഒരു അറിവ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അതിനെയും കണ്ട് നമുക്ക് പോവാം. തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി. ഇനി നമുക്ക് ഇപ്പോൾ സമയം ഏകദേശം 12:30 ആകും. അപ്പോൾ ഇവിടെ കൂളിങ്ങിൻ്റെ ഒരു മൈൻഡാണ്, കൂളിങ്ങാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്യണം, നമ്മുടെ പേരൊക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് വേണം നമുക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് പോകും. ക്ഷേത്രത്തിൻ്റെ നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ കൗണ്ടറിൽ കയറി പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അമ്പലത്തിനകത്തേക്ക്, ഇപ്പോൾ ഈ 12 മണിയായപ്പോൾ നമുക്ക് ഒരിക്കലും അമ്പലം തുറന്നു കിട്ടത്തില്ല. എന്നാൽ അമ്പലത്തിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ശ്രീ തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. തെക്കൻ കാശി ദക്ഷിണഗയ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. ബ്രഹ്മപ്രതിഷ്ഠയാൽ പ്രസിദ്ധമായ ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. തെക്കൻ കാശി എന്ന പേരിലും തിരുനെല്ലി ക്ഷേത്രം പ്രസിദ്ധമാണ്. പാപനാശിനിക്കരയിൽ ബലികർമ്മമാണ് തിരുനെല്ലിയിലെ പ്രധാന കർമ്മം. ബ്രഹ്മാവ് ധ്യാനനിരതനായ സമയത്ത് ശ്രീ മഹാവിഷ്ണു നെല്ലിമരച്ചുവട്ടിൽ പ്രത്യക്ഷപ്പെടുകയും ശ്രീ പരമേശ്വര സാന്നിധ്യം അനുഭവിക്കുകയും ചെയ്തുവെന്നും അവിടെ ശ്രീ ഭഗവത് വിഗ്രഹം ബ്രഹ്മാവിനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നും ഐതിഹ്യം. പാപനാശിനിക്കരയിൽ ബലികർമ്മം ചെയ്താൽ എല്ലാ പാപങ്ങളും തീർന്ന് പിതൃപ്രീതി ലഭിക്കും എന്നാണ് വിശ്വാസം. വടക്ക് ബ്രഹ്മഗിരി, കിഴക്ക് ഉദയഗിരി, തെക്ക് നരിനിരങ്ങി, പടിഞ്ഞാറ് കരിമല എന്നീ മലകളാൽ സംരക്ഷിക്കപ്പെടുന്ന അപൂർവ കാനന ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. നമ്മുടെ തിരുനെല്ലി ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഈ തിരുനെല്ലി ക്ഷേത്രം
ക്ഷേത്രം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു പാപനാശിനി ഉണ്ട് അവിടെ. ഇതാണ് പഞ്ചതീർത്ഥ കുളം എന്ന് പറയുന്നത്. പഞ്ചതീർത്ഥം എന്നത് 5 തീർത്ഥങ്ങൾ ഒന്നിച്ച് എന്നുള്ളതാണ് ഐതിഹ്യം പറയുന്നത്. ഭഗവാന്റെ തൃക്കൈകളിൽ പരിലസിക്കുന്ന ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ ക്ഷേത്രത്തിന് 4 ഭാഗങ്ങളിലായി പ്രതിഷ്ഠിച്ചിട്ടുണ്ടെന്നും അവിടങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശംഖുതീർത്ഥം, ചക്രതീർത്ഥം, ഗദാതീർത്ഥം, പത്മതീർത്ഥം എന്നിവയും ഭഗവാന്റെ പാദതീർത്ഥമായ അഭിഷേക തീർത്ഥവും ഒന്നിച്ചു ചേർന്നതാണ് പഞ്ചതീർത്ഥം എന്നാണ് പറയുന്നത്. ബലിയിടുന്ന സമയങ്ങളിൽ ഇവിടെല്ലാം ഇങ്ങനെ നിന്നിട്ടാണ് നമ്മൾ ബലിയിടാറുള്ളത്. ഈ കുളത്തിൽ ഇങ്ങനെ നിരന്ന് നിന്നിട്ടാണ് നമ്മൾ ബലിയിടാറുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ എന്താ പറയുക, തിരുനെല്ലിയുടെ മനോഹാരിത നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരണം തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവിടുന്ന് ആ ഐതിഹ്യത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പാപനാശിനി എന്ന് പറയുന്ന ആ ഒരു പുഴയുടെ അല്ലെങ്കിൽ ആ കാട്ടരുവിയുടെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നിട്ടാണ് ഇനിയും നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ഇനിയും പോകുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുന്ന് തരുവണ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഇതിനോട് ചേർന്ന് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടേക്കാണ് ഇനി യാത്ര. ഇനി അവിടെ കുറച്ച് സ്ഥലങ്ങളൂടി നമുക്ക് കാണാനുണ്ട്. അങ്ങനെ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ, വയനാടിൻ്റെ മനോഹാരിത നിലനിൽക്കുന്ന തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും വിശേഷങ്ങളും പാപനാശിനിയുടെ പ്രത്യേകതകളും എല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വയനാടിൻ്റെ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര. ഒരു 4 3 ഉള്ളൂ. അപ്പോൾ 40 80 അല്ലേ? അപ്പോൾ ഒരെണ്ണം കൊടുക്കും. വേറെന്താ ഉള്ളത് തേനെല്ലിക്ക അല്ലാതെ? തേൻ വേണ്ട. അല്ലാതെ ഇങ്ങനെ ഇട്ടാൽ എന്തെങ്കിലും ഉണ്ടോ? ഇതെടുത്തു. അപ്പൊ എത്ര 80 അല്ല
വയനാടിന്റെ മനോഹാരിത വിളിച്ചോതുന്ന തിരുനെല്ലി ക്ഷേത്രം, അതിന്റെ പരിസര പ്രദേശങ്ങളുമാണ് നമ്മളിപ്പോ കണ്ടത്. കാട്ടരുവിയിൽ നിന്നും വരുന്ന നീരുറവുകൾ, അതായത് ഒഴുക്കുവെള്ളം, ആ ഒഴുക്കുവെള്ളത്തിൽ ബലിതർപ്പണം ചെയ്യുന്നത് ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ് തിരുനെല്ലി ക്ഷേത്രം. അതുപോലെ തന്നെ നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വയനാടിന്റെ മറ്റുള്ള മനോഹരമായ സ്ഥലങ്ങളിലേക്കാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വർക്ക്ഷോപ്പുകൾ, ഈ വയനാടിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പുതുമയുള്ള വർക്ക്ഷോപ്പുകൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഒപ്പം തന്നെ അതിന്റെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. പിന്നെ കൂടാതെ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുത്. പുതുമകൾ നിറഞ്ഞ എപ്പിസോഡുകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.